നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. PNC MAC പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ എത്രാം തീയതിക്കുള്ളിൽ പൈസ അടച്ച് ജോയിനിങ്ങിനുമായിട്ടുള്ള ഫോർമാലിറ്റീസ് ചെയ്യണമെന്നുള്ളതും, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്ത നെക്സ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ നിരുത്സാഹപ്പെടാതെ ഈ ഒരു PNC MACൻ്റെ സെയിം ഫീസ് സ്ട്രക്ചറിൽ തന്നെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളെ പറ്റിയും കോളേജ് ഇൻഫർമേഷനെ പറ്റിയും ഒക്കെ മറ്റു ഇൻഫർമേഷൻസിനൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോളേജ് വൈസ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അൽമസ് കോളേജ് പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് 433 മുതൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ 430 വരെ കിട്ടിയിട്ടുണ്ട്. അൽഷിഫയിൽ 443 മുതൽ 438 വരെ ആയിട്ടുണ്ട്. അനന്തപുരിയിൽ 436 മുതൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് 429 വന്നിട്ടുണ്ട്. 430 അർച്ചനയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 425 വന്നിട്ടുണ്ട്. അശ്വിനിയിലാണെന്നുണ്ടെങ്കിൽ 437 മുതൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ 429 വന്നിട്ടുണ്ട്. ACCI മെഡിക്കൽ കോളേജ് 437 മുതൽ 429 വന്നിട്ടുണ്ട്. അങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കോളേജിൽ എത്രയാണ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് അറിയാൻ പറ്റും. അതിൽ 400 സംതിങ് മാർക്ക് അതിലാണ് വന്നിരിക്കുന്നത്. അപ്പം 425 എന്നുള്ള ഫിഗറിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോസ്കോ എടുത്തു കഴിഞ്ഞാൽ 431 മുതൽ 427 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ കോളേജ്, ഇപ്പം നമുക്ക് കോളേജ് വൈസ് എടുക്കുമ്പോൾ ഓരോ കോളേജിലും ഓരോ രീതിയിലാണ് ആപ്ലിക്കേഷൻ അനുസരിച്ചാണ് ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ എണ്ണം കുറവുള്ള കോളേജുകളിലാണ് ഇൻഡെക്സ് മാർക്ക് കുറവ് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ലക്ഷ്മി മകൻ കോളേജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 423 ഇൻഡെക്സ് സ്കോറുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡഡായിട്ട് മെഡിക്കൽ ട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 433 ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. MES 434 കിട്ടിയിരിക്കുന്നത്. മദർ കോളേജിലാണെന്നുണ്ടെങ്കിൽ 429 കിട്ടിയിരിക്കുന്നത്. അപ്പം ഓരോ കോളേജ് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേനും അതിൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് മാർക്കും അതിൻ്റെ ലാസ്റ്റ് വരുന്നത് ലോവസ്റ്റ് ഇൻഡെക്സ് മാർക്കിലുമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 425 മുതലുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ 425 താഴെയുള്ള കോളേജുകളും ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പ് കോളേജുകളിൽ ഇനി നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ അതിൽ കുറവുള്ള കുട്ടികൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിന് മാത്രമല്ല, ഈ കോളേജിൽ ടോട്ടൽ എത്ര സീറ്റുകളുണ്ട്, ഇപ്പം നിലവിൽ PNC MACൽ അലോക്കേറ്റ് ചെയ്യുന്ന എത്ര സീറ്റുണ്ട്, ആ കോളേജിൽ തന്നെ LBS അലോട്ട്മെൻറ്റിൽ എത്ര സീറ്റുണ്ട്, അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇനി റിമൈനിങ് എത്ര സീറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ LBSൻ്റെ അലോക്കേഷനുള്ള കോളേജിൻ്റെ സീറ്റുകൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് സീറ്റിൻ്റെ കൗണ്ട് കിട്ടും. അതിൽ നിന്ന് എത്ര സീറ്റ് ഈ അലോട്ട്മെൻറ്റുകളിൽ അലോക്കേറ്റ് ആയി എന്നുള്ള കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിമൈനിങ് സീറ്റ്സ് കിട്ടും. അതായിരിക്കും ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശരാശരി ഒരു 50% ആൻഡ് എബോവ് സീറ്റുകൾ പല കോളേജുകളിലും ഫില്ലായത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റിൽ കൊടുത്തിരിക്കുന്ന കോളേജുകളുടെ എല്ലാം വിശദമായിട്ടുള്ള വിവരം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ PNC MAC സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിരുത്സാഹപ്പെടേണ്ട. അവർക്ക് PNC MACൻ്റെ സെയിം മെറിറ്റ് ഫീസിൽ പഠിക്കാനുള്ള ഓൾട്ടർനേറ്റീവ് അവസരമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് അറിയുവാനും മറ്റു കോളേജ് അഡ്മിഷൻസുകളെ പറ്റി അറിയുവാനും എൻട്രൻസ് ഡീറ്റെയിൽസിനെ പറ്റിയും അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസിനെ പറ്റി അറിയാനായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്